ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പ്രേക്ഷകർ സ്വീകരിച്ച കോംബോ ആയിരുന്നു അർജുൻ ശ്രീതു കോംബോ. ഈ കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല. ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണെന്നും ഇരുവരും പറയുകയുണ്ടായി. അർജുനുമായുള്ള കോംബോയാണ് ശ്രീതുവിലേക്ക് പ്രേക്ഷകർ ശ്രദ്ധയെത്തിച്ചത്. ഇവർ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരം വന്നിരുന്നു. എന്നാൽ സൗഹൃദം മാത്രമാണെന്നാണ് അർജുനും ശ്രീതുവും പറഞ്ഞത്. അർജുൻ ശ്രീതു കോംബോ സീസണിന്റെ തുടക്കത്തിൽ ഈ കോംബോ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അവസാനമാകുമ്പോഴേക്കും അർജുൻ ശ്രീതു കോംബോയ്ക്ക് ധാരാളം ആരാധകരെ കിട്ടി. ഇത് അർജുനും ശ്രീതുവിനും ഏറെ ഗുണം ചെയ്തു. ശ്രീതു അവസാനം വരെ നിന്നിരുന്നു. ഫിനാലയ്ക്ക് തൊട്ട് പിന്നാലെയാണ് ശ്രീതു പുറത്തായത്. അർജുൻ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അർജുനും ശ്രീതുവും ഒന്നിച്ച് വീഡിയോകൾ വൈറലാകാറുമുണ്ട്. ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിൽ നിന്നും വ്യത്യസ്തമായി ഇരുവരുടെയും സൗഹൃദത്തിന് ആരാധകർ ഏറെയായിരുന്നു. ഷോയിൽ വെച്ച് വളരെ പതുക്കെയായിരുന്നു ഇരുവർക്കുമിടയിൽ സൗഹൃദം ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ ജെനുവിനാണ് രണ്ടുപേരും തമ്മിലുള്ള ബന്ധമെന്നായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത്. ഷോ കഴിഞ്ഞതിന് ശേഷം ഇരുവരും വലിയ സൗഹൃദമാണ് പിന്തുടരുന്നത്. വീടിനകത്ത് ഹിറ്റായ ഈ കോംബോ പല പരസ്യങ്ങളും ആൽബങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴിതാ മദ്രാസ് മലർ എന്ന പേരിൽ ഇരുവരും പ്രവർത്തിച്ച ഷോർട്ട് ഫിലിമും എത്തിയിരിക്കുകയാണ്. ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇരുവരും നൽകിയ ഇന്റർവ്യൂ വൈറലാകുന്നുണ്ട്. ഫ്രെയിംസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി നൽകി. ഇന്റർവ്യൂകളിൽ എപ്പോഴും ഒരു മോതിരം അർജുൻ ധരിക്കാറുണ്ട്. ഇത് ശ്രീതു നൽകിയതിനാലാണോ അഴിക്കാത്തതെന്നായിരുന്നു ആരാധകന് അറിയേണ്ടിയിരുന്നത്. അതിന് അർജുൻ നൽകിയ മറുപടി ഇങ്ങനെ: ശ്രീതുവിനോട് ബിഗ് ബോസിൽ വെച്ച് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ആ മോതിരം. എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്നത് ലൈഫ് ചേഞ്ചിങ് സ്ഥലമാണ്. ഞാൻ മോതിരം കൊണ്ടുവന്നിരുന്നു, അവർ എനിക്കത് തന്നില്ല. ഇവളുടെ കയ്യിൽ കണ്ടപ്പോൾ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കിട്ടിയതാണ് എന്നും അർജുൻ വ്യക്തമാക്കി. നിങ്ങൾ വിവാഹിതരാകുമോ അതോ ആരാധകരെ നിങ്ങൾ പറ്റിക്കുകയാണോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കോംബോ കാണാൻ ഇഷ്ടമുള്ളവരാണ്. അതെന്നും കാണാം, മറ്റൊന്നും ഇല്ല എന്നും അർജുൻ പറഞ്ഞു. നിങ്ങൾക്ക് പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് ശ്രീതു മറുപടി നൽകിയപ്പോൾ തനിക്കുണ്ടെന്നായിരുന്നു അർജുന്റെ പ്രതികരണം. അതൊരു വ്യക്തിയല്ല, മറിച്ച് വർക്കാണെന്നും ചിരിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ഇതോടെ ഇത് ശരിക്കും ക്രിഞ്ചായി പോയെന്ന് ശ്രീതു പരിഹസിച്ചു. ബിഗ് ബോസിലെ ഞങ്ങളുടെ മൊമെന്റ്സ് ഒന്നും ഞങ്ങൾക്ക് ക്രഞ്ചായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല ഷോ കഴിഞ്ഞു വന്നിട്ട് ഞങ്ങൾ അതൊന്നും വീണ്ടും കണ്ടിട്ടുമില്ല. ഞങ്ങളുടെ പല റീൽസും കണ്ടിരുന്നു. അതൊക്കെ കാണുമ്പോൾ ചിരി വരും. ആലോചിച്ച് ചിരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ തോന്നാറുണ്ടെന്നും ഇരുവരും പറഞ്ഞു. അതേസമയം പ്രിയതമ എന്ന ആൽബം പോസ്റ്റർ കണ്ട് വിവാഹിതരായോ എന്ന് ചോദിച്ചു പലരും വിളിച്ചിരുന്നു. ആളുകളൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് വിവാഹിതരായോ എന്നൊക്കെ ചോദിക്കുന്നതെന്നും താരങ്ങൾ വ്യക്തമാക്കി. അതിനിടെ ശ്രീതുവിനെ വിവാഹം കഴിക്കാതിരിക്കാനുള്ള ഒരു കാരണം പറയുമോ എന്ന് ചോദ്യമുയർന്നു. ഇതിന് അർജുന്റെ മറുപടി ഇങ്ങനെയാണ്: വിവാഹത്തെക്കുറിച്ച് സങ്കല്പമുണ്ടെങ്കിൽ അല്ലേ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല ഇതുവരെ. മാത്രമല്ല ഇവൾ നന്നായി കുക്ക് ചെയ്യും. എനിക്കാണെങ്കിൽ അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കില്ല എന്നും അർജുൻ പറഞ്ഞു. അത്ഭുതത്തോടെയാണ് ശ്രീതു ഇത് കേട്ടിരുന്നത്. എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ശ്രീതുവിന്റെ ചോദ്യം. ബിഗ് ബോസിന് ശേഷം പ്രപ്പോസൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മെസ്സേജുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെന്നും എന്നാൽ പ്രപ്പോസലുകളൊന്നും വന്നിട്ടില്ലെന്നും ഇരുവരും പറഞ്ഞു. കൂട്ടത്തിൽ ദേഷ്യം ആർക്കാണെന്ന ചോദ്യത്തിന് ഞങ്ങളിൽ ഏറ്റവും ദേഷ്യമുള്ള ആൾ ശ്രീതു എന്നായിരുന്നു അർജുന്റെ പ്രതികരണം. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് അവൾക്ക് ദേഷ്യം തോന്നുന്നത്. വ്യക്തിപരമായ സ്പേസിലേക്ക് കയറി സംസാരിക്കുമ്പോഴും ദേഷ്യം വരുമെന്നും അർജുൻ പറഞ്ഞു. അതേസമയം ചെയ്യേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും തനിക്ക് ട്രിഗർ ആകാറുണ്ടെന്നും എന്നാൽ ദേഷ്യം നിയന്ത്രിച്ച് മിണ്ടാതിരിക്കാനാണ് താൻ ശ്രമിക്കാറുള്ളതെന്നും ശ്രീതു പറഞ്ഞു. ബിഗ് ബോസിൽ ഇവരുടെ കോംബോ പ്രണയമെന്ന നിലയിലായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്.